നമ്മുടെ മൊബൈൽ ഫോൺ നമ്മുടെ സ്വകാര്യതയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നിയമപ്രകാരം നമ്മുടെ മൊബൈൽ ഫോൺ പരിശോധിക്കണമെങ്കിൽ പോലീസുകാർക്ക് പോലും പെർമിഷൻ എടുക്കണം. പക്ഷെ നമ്മളുടെ വീട്ടിലുള്ള അവസ്ഥ അങ്ങനെയല്ല. നമ്മൾ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്ന സമയത്ത്, അതുപോലെ തന്നെ നമ്മൾ കോൾ ചെയ്യാൻ കൊടുക്കുന്ന സമയത്ത്, അങ്ങനെ വീട്ടുകാർക്ക് നമ്മളുടെ ഫോൺ കൈകാര്യം ചെയ്യാൻ ഒരുപാട് അവസരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തർക്കും സ്വകാര്യ ചാറ്റുകൾ ഒരുപാടുണ്ടാവും വാട്സപ്പിൽ. ഈ കാമുകിമാരുടെ കാര്യമല്ല പറയുന്നത്. നമ്മൾ ബിസിനസ് സംബന്ധമായും അല്ലെങ്കിൽ എന്തെങ്കിലും കടമിടപാടുകളൊക്കെ സുഹൃത്തുക്കളുമായിട്ട് ചാറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മുടെ വീട്ടുകാരും ബന്ധുക്കളും ഒക്കെ കാണാതിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു ഓപ്ഷനാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ വാട്സപ്പ് നമുക്ക് ലോക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തിനാണ് ലോക്ക് ചെയ്തത് എന്ന് സമാധാനം പറയേണ്ടി വരും. എന്നാൽ നിങ്ങളുടെ ചാറ്റ് നിങ്ങൾക്ക് മാത്രം കാണാൻ പറ്റുന്ന ഒരു ഓപ്ഷന് നമ്മളുടെ വാട്സപ്പിലുണ്ട്. ഇനി അഥവാ നിങ്ങളുടെ ബന്ധുക്കൾ നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണെങ്കിലും നിങ്ങളുടെ ആ ചാറ്റ് അവർക്ക് കാണിക്കുന്നതല്ല. ഇനി നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ടത് കാണിക്കുകയും ചെയ്യും. അപ്പോൾ ആ മെത്തേഡാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്കത് ഫോണിൽ സെറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. വാട്സപ്പ് ലോക്ക് ചെയ്യാനും വാട്സപ്പിൻ്റെ അകത്തെ ചാറ്റ് ലോക്ക് ചെയ്യാനും ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയുണ്ടാവും. പക്ഷേ അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് കൂടി നമ്മൾ ലോക്ക് ചെയ്ത കാര്യം അറിയും. നമുക്കതറിയാത്ത ഓപ്ഷനാണ് വേണ്ടത്. ഞാൻ ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഈ മലബാർ ഗോൾഡിൻ്റെ ചാറ്റാണ് എനിക്ക് ലോക്ക് ചെയ്യേണ്ടതെങ്കിൽ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ മുകളിലെ 3 ഡോട്ട്സ് ഉണ്ടല്ലോ, മുകളിലെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ കാണാം ലോക്ക് ചാറ്റ് എന്ന്. ജസ്റ്റ് ലോക്ക് ചാറ്റ് കൊടുക്കുന്ന സമയത്ത് കണ്ടിന്യൂ കൊടുക്കാൻ ഓപ്ഷൻ വരും. ഇവിടെ കണ്ടിന്യൂ കൊടുക്കാൻ ഓപ്ഷൻ വരും. കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്താൽ നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റ് ചോദിക്കും. ഫിംഗർ പ്രിൻറ്റ് കൊടുക്കുക. അപ്പോൾ ചാറ്റ് ഇവിടെ ലോക്കായി. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ആര് വാട്സപ്പ് തുറന്നാലും ഇവിടെ കാണിക്കും ആരുടെയോ ചാറ്റ് ലോക്ക് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഫിംഗർ കൊടുത്തു കഴിഞ്ഞാൽ ആ ചാറ്റ് നമുക്ക് കാണിച്ചു തരും. കാണിച്ചു തന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് മനസ്സിലായല്ലോ നമ്മൾ ഒരാളുടെ ചാറ്റ് ലോക്ക് ചെയ്തിട്ടുണ്ടെന്ന്. ഇനി ഈ ചാറ്റ് ലോക്ക് ചെയ്തത് മറ്റുള്ളവർക്ക് മനസ്സിലാകാതിരിക്കാൻ ഇവിടെ ഈ ലോക്ക് ചാറ്റിൻ്റെ അകത്ത് 3 ഡോട്ട്സ് ഉണ്ടാവും മുകളിൽ. ഇവിടെ 3 ഡോട്ട്സ്. ആ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ചാറ്റ് ലോക്ക് സെറ്റിങ്സ് എടുക്കുക. എന്നിട്ട് ഇവിടെ ഹൈഡ് ലോക്ക് ചാറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. അത് ജസ്റ്റ് ഓൺ ചെയ്ത് കൊടുക്കുക. ആ സമയത്ത് പുതിയ സെക്യൂരിറ്റി കോഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ താഴത്ത് വന്നിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയാണ് നിങ്ങൾ സെക്യൂരിറ്റി കോഡ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. മറ്റുള്ളവർ സെർച്ച് ചെയ്യാൻ സാധ്യതയില്ലാത്ത പാസ്വേഡ് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തെങ്കിലും വേർഡ്സോ കാര്യങ്ങളോ കൊടുക്കുക. ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫോണിലെ ഇമോജീസാണ്. അതാകുമ്പോൾ ഒരുവിധം ആരും സെർച്ച് ചെയ്യാൻ സാധ്യതയില്ല. ഞാൻ ഈ ഗുഡ് സൂപ്പർ എന്നുള്ളത് ഇതിൽ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് താഴത്ത് നെക്സ്റ്റ് ബട്ടൺ കാണാം. നെക്സ്റ്റ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടി ആ പാസ്വേഡ് കൺഫേം ചെയ്യാൻ പറയും. വീണ്ടും അത് തന്നെ കൊടുത്തിട്ട് അടിയിൽ ഡൺ എന്ന ബട്ടൺ ഉണ്ട്, അതിലേക്ക് ഞാൻ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇനി പുറത്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം അങ്ങനെ ഒന്ന് ലോക്ക് ചെയ്തതായിട്ട് ഇതിൽ കാണിക്കില്ല. ഇനി ജസ്റ്റ് നമ്മുടെ സെർച്ച് ബാർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഇമോജിയിൽ ഗുഡും ഇതും സെർച്ച് ചെയ്യുന്ന സമയത്ത് അത് അൺലോക്ക് ആകുന്നത് കാണാം. അതായത് അത് അവിടെ സെർച്ചിൽ കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഓട്ടോമാറ്റിക് അൺലോക്കായി നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് അവരുമായിട്ട് വീണ്ടും ചാറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നേരെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അങ്ങനെ ലോക്ക് ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കുകയും ചെയ്യില്ല. നമുക്ക് വളരെ എളുപ്പത്തിൽ ഇമോജി എടുത്തിട്ട് അത് സെർച്ച് ചെയ്യുകയും ചെയ്യാം. ഇനി ചില ഫോണിൽ ഈ ഇമോജീസ് കീപാഡിൽ എടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ളവർ ജസ്റ്റ് എന്തെങ്കിലും നമ്പറോ മറ്റെന്തെങ്കിലും നിങ്ങൾ മറ്റുള്ളവർ സെർച്ച് ചെയ്യാൻ സാധ്യതയില്ലാത്ത എന്തെങ്കിലും ഒന്ന് ആ ചാറ്റ് ലോക്കിൽ കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ പറയാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. യൂട്യൂബിൽ നിന്നാണെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞാൻ വരും. അതുവരേക്കും ഗുഡ് ബൈ.